എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യണം. എണ്ണയൊന്നും യൂസ് ചെയ്യാതെ പൊള്ളിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതാണ് ചെയ്യണേ. അപ്പൊ ഇതിന് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ട ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം വലിപ്പമുള്ള അയില എടുത്തിട്ടുണ്ട്. ഏത് ഫിഷ് അയില എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, കുറച്ച് തേങ്ങാട്ട, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് കറിവേപ്പിലയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ കഴുകിയിട്ട് ഒരു കൊട്ടയിൽ ഇങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ അതിങ്ങനെ ഇരുന്നിങ്ങനെ ഉണങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഫ്രിഡ്ജില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ മസാല ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അതിൽ. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിലെന്തോ പോരായി ഉള്ളതെന്ന്. മീനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് കൈ വെച്ച് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ പോരായിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പ് എടുത്തുകൊണ്ടല്ലോ കുറച്ചും കൂടി. ഉപ്പും കൂടി മിക്സ് ചെയ്യേണ്ടതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ പകുതി നാരങ്ങ, കുരു മാറ്റണേ. ഫുള്ള് ഒഴിച്ചിട്ട് കുരുപ്പെട്ട് പോയി മാറ്റണം. കുരുല്ല, സോറി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വയ്ക്കുക. നമ്മുടെ ഫിഷാണ് കേട്ടോ. ഫിഷ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അരിയാണ്. അപ്പം ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കും. ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഫിഷ് വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫിഷ് വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേങ്ങയുടെ കംശം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടും. ചെറിയ തേങ്ങ ഇട്ടാൽ മതിയില്ല, ഞാൻ ഈ കൊത്തിയത് തരണേ. നന്നായിട്ട് ഇങ്ങനെ മസാല പൊതിഞ്ഞ് വയ്ക്കാം. മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല. അതിൽ കുരുമുളകും പച്ചമുളകുമാണ്. എല്ലാ മസാലയും ഇതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മളൊരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മീൻ ശരിയാക്കി എടുക്കണേ. വാഴയില ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്തോളൂണ്ടാവും. വാഴയില കിട്ടാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സവോള, തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നല്ല സെറ്റപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഒരു തമ്മി കൂടി ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജ്യൂസൊക്കെ പൊട്ടിയിട്ട് വരും.
അപ്പം അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് മറിച്ചിടാം. ചൂടുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടാ. അപ്പം അതേ 1 മണിക്കൂറത്തെ നമ്മുടെ പ്രയത്നഫലമായിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമ്മൾ പതുക്കെ കത്രിക വെച്ച് ഓപ്പൺ ചെയ്യാട്ടോ. ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് കുക്കായി ഒന്ന് നോക്കി, ഇടയ്ക്ക് ഒന്ന് പപ്പട കമ്പിയിട്ട് ഒന്ന് കുത്തി നോക്കി. ഇത് ഞാനിങ്ങനെ തുറക്കാണ് കേട്ടോ. തുറന്നപ്പോഴല്ലേ നമ്മുടെ സവോളയൊക്കെ ഇരുന്ന് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സവോളയൊക്കെ ആ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.